MK Fabrics റംസാൻ മൊഴിമുത്തുകൾ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് MK Fabrics, Convent Road, Kollam. My Wedding, My MK Fabrics, MK Road, Kollam. Signature Groom and Bride, opposite Shangas Hospital, Kollam. അറഫ ഗോൾഡൻ ഡയമണ്ട്സ് അട്ടക്കുളങ്ങര തിരുവനന്തപുരം. പ്രകൃതി ആയുർവേദ ഹോസ്പിറ്റൽ. ഇനി ആരോഗ്യം പ്രകൃതിയിലൂടെ. MK ഫാബ്രിക്സിന്റെ റമദാൻ ആശംസകൾ. ദുഃഖത്തിൻ മാറാല നീക്കണേ സുബ്ഹാനേ, റമളാൻ വ്രതം എന്നിൽ തുണയേകണേ നാഥ. അല്ലാഹുവിൻ കാരുണ്യം ചൊരിയും റമളാൻ മാസം, രാപ്പകൽ ഇബാദത്തിൽ മുഴുകും പുണ്യമാസം. അസ്സലാമലൈക്കും. കേരളത്തിലെ പ്രമുഖ വസ്ത്രാലയമായ കൊല്ലം MK ഫാബ്രിക്സ്. കൊല്ലം MK ഫാബ്രിക്സ് അവതരിപ്പിക്കുന്ന റമളാൻ സ്പെഷ്യൽ പ്രോഗ്രാം അൽബയാനിലേക്ക് എല്ലാ ദീനീ സ്നേഹികളെയും ഹാർദമായി സ്വാഗതം ചെയ്യുന്നു. പ്രമുഖ ഇസ്ലാമിക പണ്ഡിതനും പ്രഭാഷകരുമായ കേരളക്കരയുടെ അഭിമാനമായ ബഹുമാനപ്പെട്ട ഉസ്താദ് AM നൗഷാദ് ബാഖവി അവർകൾ അൽബയാൻ പ്രോഗ്രാമുമായി നിങ്ങളുടെ മുന്നിലേക്ക് എത്തുകയാണ്. ലഹരിയും കുടുംബവും എന്ന വിഷയത്തെ ആസ്പദമാക്കി നമ്മുടെ സമൂഹത്തെയും കുടുംബത്തെയും ലഹരിയുടെ പിടിയിൽ നിന്നും എങ്ങനെ മോചിപ്പിക്കാം എന്ന വിഷയം ഇസ്ലാമിക കാഴ്ചപ്പാടിലൂടെ ഇവിടെ അവതരിപ്പിക്കുകയാണ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അൽഹംദുലില്ലാഹ്. അല്ലാഹുമ്മ സല്ലി അലാ സയ്യിദിനാ മുഹമ്മദിൻ വ അലാ ആലി സയ്യിദിനാ വ നബിയിനാ വ മൗലാനാ മുഹമ്മദ്. അല്ലാഹുമ്മ ജഅൽ ഹാദ ശഹ്റ ശരീഫൽ അദീമ റമളാൻ ഷാഹിദൻ ലനാ ലാ ഷാഹിദൻ അലൈനാ വജഅൽഹു ഹുജ്ജത്തൻ ലനാ ലാ ഹുജ്ജത്തൻ അലൈനാ. എല്ലാവരും ആമീൻ പറയുക. പരിശുദ്ധ റമളാനിൻ്റെ അവസാനത്തെ പത്തുകളിലാണ് നാം പ്രവേശിച്ചിരിക്കുന്നത്. അതുകൊണ്ട് നമ്മുടെ പ്രാർത്ഥനകൾക്ക് ശക്തി ഉണ്ടാവണം. ഈ ആമീൻ കൊണ്ട് നമ്മൾ രക്ഷപ്പെടണം. അല്ലാഹുവേ, ഈ ഇൽമിന് വേണ്ടി മാത്രം ഒരുമിച്ച് കൂടിയ, പഠനത്തിന് വേണ്ടി മാത്രം ഒരുമിച്ച് കൂടിയ, ദിക്റുകൾ ചൊല്ലാനും ആമീൻ പറയാനും വേണ്ടി ഒരുമിച്ച് കൂടിയ പാവപ്പെട്ട കുറേ ഉമ്മമാരും ഇത്തമാരും സഹോദരങ്ങളുമാണ് എൻ്റെ മുമ്പിലിരിക്കുന്നത്. അവരുടെ ആമീൻ നീ പരിഗണിക്കണേ അല്ലാ. അവരുടെ രോഗങ്ങൾ, വിഷമങ്ങൾ, പ്രയാസങ്ങൾ മാറ്റിക്കൊടുക്കണേ അല്ലാ. അവരുടെ പലരും മരണപ്പെട്ടു പോയിട്ടുണ്ട് പടച്ചോനെ. അവരുടെ ഖബറിലേക്ക് അൽബയാനിൻ്റെ ഈ പ്രാർത്ഥനയുടെ ഗുണം നീ എത്തിച്ചു കൊടുക്കണേ അല്ലാ. പരലോകത്ത് അവർക്ക് വലിയ സന്തോഷം നീ കൊടുക്കണേ അല്ലാ. ഈ പ്രോഗ്രാം കാണുന്ന പലരുടെയും മക്കൾ, ഭർത്താവ്, കൂടപ്പിറപ്പുകൾ, കൂട്ടുകാർ ഗൾഫ് രാജ്യത്ത് കഷ്ടപ്പെടുന്നവരാണ്. അള്ളാഹുവെ, സമ്പത്തിൽ വർധനവും ബറക്കത്തും കൊടുക്കണേ അല്ലാ. ഈ പ്രോഗ്രാം കൊണ്ട് ഞങ്ങളുടെ കൽബിന് ജീവൻ നൽകണം പടച്ചോനെ. ഞങ്ങളുടെ തലമുറയെ ലഹരിയിൽ നിന്ന് രക്ഷപ്പെടുത്തണേ അല്ലാ. അതിൻ്റെ എല്ലാ ഒരുക്കങ്ങളിലും നീ ഞങ്ങളെ സഹായിക്കണേ പടച്ചോനെ. ആമീൻ 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 യാ റബ്ബൽ ആലമീൻ. MK ഫാബ്രിക്സ് എന്ന മഹത്തായ വസ്ത്രവ്യാപാര സ്ഥാപനം ഇൽമിൻ്റെ വഴിയിലൂടെ, ഖിദ്മത്തിൻ്റെ, സേവനത്തിൻ്റെ, ദീനിൻ്റെ വഴിയിലൂടെ നിങ്ങൾക്ക് സമ്മാനിക്കുന്ന അൽ ബയാൻ എന്ന മനോഹരമായ പ്രോഗ്രാമിൻ്റെ മറ്റൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം. അൽഹംദുലില്ലാ, അള്ളാഹു കബൂലാക്കട്ടെ. നമ്മൾ കഷ്ടപ്പെടുന്നതും പരിശ്രമിക്കുന്നതും ത്യാഗം ചെയ്യുന്നതുമെല്ലാം പരിശുദ്ധ സ്വർഗത്തിലേക്ക് കടക്കാൻ വേണ്ടിയിട്ടാണ്. ആ സ്വർഗത്തെക്കുറിച്ച് പറയുമ്പോൾ അത്രയും താല്പര്യവും ഇഷ്ടവും നമുക്കുണ്ട്. ആ സ്വർഗത്തെക്കുറിച്ച് പറയുമ്പോൾ അത്രയും റാഹത്ത് നമ്മുടെ കൽബിലുണ്ട്. അതുകൊണ്ട് തന്നെ ആ സ്വർഗത്തിൽ ഒരിക്കലും പ്രവേശിക്കൂല എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞ 3 വിഭാഗം ആളുകളുണ്ട്. ഒരിക്കലും അവരിന് എന്ത് ചെയ്യട്ടെ അവർക്ക് സ്വർഗത്തിൻ്റെ കവാടത്തിലേക്ക് എത്താൻ കഴിയില്ല. അവർക്ക് സുന്ദര സ്വർഗത്തിൽ വിശ്വാസികൾ ഉല്ലസിക്കുമ്പോൾ, അള്ളാഹുവിൻ്റെ ഇഷ്ടദാസന്മാർ സന്തോഷിക്കുമ്പോൾ ഇവർക്കതിൻ്റെ പരിസരത്ത് പോലും കടക്കാൻ കഴിയില്ല. സലാസത്തുൻ ലാ യദ്ഖുലൂനൽ ജന്ന, 3 വിഭാഗം അവർ ഒരിക്കലും സ്വർഗത്തിൽ കടക്കൂല എന്ന് അള്ളാഹുവിൻ്റെ ഹബീബ് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ്. സഹാബത്ത് ചോദിച്ചു, യാ റസൂലല്ലാ, അത്രയും നാശമുള്ള, അത്രയും പരാജയപ്പെട്ട, അത്രയധികം തോറ്റുപോയ സംഘം അവരാരാണ് നബിയെ? ഒന്നാമത്തെ വിഭാഗത്തെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു കൊടുക്കുകയാണ്. ആഖുൽ വാലിദൈൻ, മാതാപിതാക്കളെ ഉപദ്രവിക്കുന്നവർ. എത്രയോ സ്ഥലങ്ങളിൽ കാണുകയാണ്. എത്രയോ ഉമ്മമാർ കരയുകയാണ്, എത്രയോ അമ്മമാർ സങ്കടപ്പെടുകയാണ്,
എന്നോട് സ്നേഹസാഗരത്തിലെ ഒരമ്മ പറഞ്ഞതാണ്, എന്നെ കാണാൻ എത്ര വർഷമായി ഉസ്താദെ ഞാനിവിടെ വന്നിട്ട്, എന്നെ കാണാൻ എൻ്റെ മക്കൾക്ക് തോന്നിയില്ലല്ലോ. ഞാൻ ഉണങ്ങിയോ, ഞാൻ നന്നായോ, എൻ്റെ മുടി കൊഴിഞ്ഞോ, എൻ്റെ അസുഖം കുറഞ്ഞോ എന്ന് ചോദിക്കാൻ ആ സ്നേഹസാഗരത്തിൻ്റെ കവാടം തുറന്ന് എൻ്റെ മക്കളിൽ ഒരാളെങ്കിലും വരുമെന്ന് വർഷങ്ങൾക്ക് ശേഷവും പ്രതീക്ഷയോടെ കാത്തിരിക്കുന്ന ഒരു പാവപ്പെട്ട ഭവാനി അമ്മ എന്ന് പറയുന്ന ഒരു അമ്മയുണ്ട് സ്നേഹസാഗരത്തിൽ. ഞാനിത് നിങ്ങളോട് പറയുമ്പോഴും ആ അമ്മ സ്ഥാപനത്തിലുണ്ട്. നിങ്ങൾ ആലോചിക്കണം, അത്രയും ഹൃദയമുള്ള, അത്രയും സ്നേഹമുള്ള, അത്രയും കരുണയുള്ള ഉമ്മമാരെ, അമ്മമാരെ എങ്ങനെയാണ് മക്കൾക്ക് ഉപദ്രവിക്കാൻ കഴിയുന്നത്? വല്ലാത്ത ഖേദമാണ്, വല്ലാത്ത സങ്കടമാണ്. അപ്പോൾ സ്വർഗത്തിലേക്ക് അവർക്ക് കടക്കൂല, അവരെ കടത്തൂല. ആഖുൽ വാലിദൈൻ, ഒന്നാമത്തെ വിഭാഗം മാതാപിതാക്കളെ ഉപദ്രവിക്കുന്നവരാണ്. രണ്ടാമത്തെ വിഭാഗം സ്വാഹിബു സിഹർ. ഇന്ന് സിഹറിൻ്റെ ലോകമാണ്. സഹോദരങ്ങൾ പറയാണ്, ഷട്ടർ തുറക്കുമ്പോൾ മുട്ട എഴുതി വെച്ചിരിക്കുകയാണ്, കോഴിത്തൂവലും പൊടിയും പൊരിയും തിരിയും കൊണ്ട് ശുദ്രം ചെയ്തിരിക്കുകയാണ്. എല്ലാ കടകളിലും എല്ലാ സ്ഥാപനങ്ങളിലും ആരും രക്ഷപ്പെടുന്നത് ഇഷ്ടമല്ല, ആരും രക്ഷപ്പെടുന്നത് ഇഷ്ടമല്ല. അയൽവാസി രക്ഷപ്പെട്ടുകൂടാ, അവർ വലിയ വീട് വെക്കാൻ പാടില്ല, അവരെ കച്ചവടം ഉയരാൻ പാടില്ല, അവരെ മക്കൾക്ക് PG കിട്ടാൻ പാടില്ല, ഡോക്ടറാകാൻ പാടില്ല. അങ്ങനെ 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 അസൂയ മൂത്ത് കഴിയുന്ന വലിയ സംഘം. അള്ളാഹുവിൻ്റെ സ്വർഗത്തിൽ അവർക്ക് പ്രവേശനമില്ല. മൂന്നാമത്തെ വിഭാഗത്തെക്കുറിച്ച് പറഞ്ഞത് മുദ്മിനു ഖംറിൻ, കള്ളുകൊണ്ട് കറങ്ങുന്നവനാണ്, കള്ളിൽ ലയിച്ചു പോയവനാണ്. ലഹരിയാണ് ലോകമെന്ന് കരുതി അതിൻ്റെ കേവല സുഖത്തിനു വേണ്ടി എല്ലാം മറന്ന് അതിനു വേണ്ടി മരണത്തിനും കല്യാണത്തിനും പ്രസവത്തിനും ഒക്കെ കള്ള്, ആ ഒരു ലഹരി, അതിൻ്റെ പിന്നിൽ നടക്കുന്നവരാണ്. ആയിഷാ ബീവി റളിയല്ലാഹു അൻഹ പറഞ്ഞ ഒരു സംഭവമുണ്ട്, വലാ തഊദുഹു ഇദാ മരിള. ആ കള്ളു കുടിച്ച് ലഹരി തലയ്ക്ക് പിടിച്ചവൻ സുഖമില്ലാണ്ട് കിടന്നാൽ അവനെ കാണാൻ പോലും നിങ്ങൾ പോകരുത് എന്നാണ്. ഒരു രോഗിയെ കാണാൻ പോയാൽ 70,000 റഹ്മത്തിൻ്റെ മലക്കുകൾ രോഗസന്ദർശനത്തിന് പോകുന്ന ആളിന് ദുആ ചെയ്യുമെന്നാണ്. പക്ഷേ ഇവിടെ ഒരു കള്ളുകുടിയൻ, ഒരു ലഹരിയുടെ വക്താവ്, ഒരു കഞ്ചാവ് കച്ചവടക്കാരൻ, നാട് മുഴുവനും ലഹരി കൊണ്ട് നശിപ്പിച്ചവൻ, അവൻ സുഖമില്ലാതെ കിടന്നാൽ അവനെ കാണാൻ പോലും നിങ്ങൾ പോകരുത് എന്ന് വിശുദ്ധ ഇസ്ലാം പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത്രമേൽ അപകടമാണ്. എൻ്റെ പ്രിയപ്പെട്ട ഉമ്മമാർ, സടകുടഞ്ഞെഴുന്നേൽക്കണം. മക്കളുടെ താളവും തുള്ളലും കണ്ട് നിങ്ങൾ അവരിൽ മയങ്ങിപ്പോകരുത്. ഇൻസ്റ്റയിൽ റീൽസ് ഇടുന്ന മക്കൾക്ക് സപ്പോർട്ട് ചെയ്യുന്ന ഉമ്മ, ഉസ്താദ് എന്തെങ്കിലും പറഞ്ഞാൽ കുറച്ചിലായി, കുടുംബത്തിൽപ്പെട്ടവർ ചൂണ്ടിക്കാണിച്ചാൽ അത് നിങ്ങൾക്ക് അസഹ്യമായി, നിങ്ങളുടെ മക്കളുടെ കുലുക്കവും മാട്ടവും കാണാൻ കന്നുകാലികളെപ്പോലെ ഒരു വലിയ സംഘം ഇൻസ്റ്റയുടെ മുന്നിൽ കണ്ണു തുറന്ന് കഴുകന്മാരായി കാത്തിരിക്കുമ്പോൾ അതിലൂടെയാണ് പിന്നെ ലഹരി ഉണ്ടാകുന്നത്. അവരുടെ യാത്രകളിൽ ആദ്യം പുകവലിക്കുന്നു, പിന്നെ അതിനകത്തേക്ക് ചുരുട്ട് കയറ്റുന്നു, പിന്നെ കഞ്ചാവും കള്ളുമായി ആ യുവത്വം മുഴുവനും നശിച്ച് വല്ലാണ്ടൊരു ലോകത്തേക്കായി പോകുന്നു. നിങ്ങളുടെ മക്കളെ ആദ്യ പടി തന്നെ തിരിച്ചറിയാൻ അൽ ബയാൻ നിങ്ങൾക്ക് സഹായമാകട്ടെ. അതിൻ്റെ ആദ്യ രുചി തന്നെ നിങ്ങളുടെ മക്കൾ അനുഭവിച്ചു എന്ന് ഒറ്റ നോട്ടത്തിലൂടെ അൽബയാൻ കണ്ട ഉമ്മാക്ക് തിരിച്ചറിയാൻ കഴിയട്ടെ. ചില ഉമ്മമാർ പറയുന്ന വാക്കുകൾ, ചില വാപ്പമാർ പറയുന്ന വർത്തമാനങ്ങൾ നമ്മുടെ മക്കൾ അവഗണിച്ചതുകൊണ്ടാണ് ഇന്ന് തീരാ സങ്കടത്തിലേക്ക് നമ്മുടെ മക്കൾ വീഴുന്നത്. കാരുണ്യവാനെ അള്ളാഹു കാത്തിരക്ഷിക്കട്ടെ. ഒരു വലിയ കാവലിൻ്റെ ദുആയാണ് ഇന്ന് നിങ്ങൾക്ക് പറഞ്ഞു തരുന്നത്. 4 വരികളാണ് അതിനുള്ളത്. അതിൻ്റെ ആദ്യം ലാ ഇലാഹ ഇല്ലല്ലാഹയാണ്, അതിൻ്റെ അവസാനം മാറി മാറി വരും. ആ 4 വരി ദുആ എല്ലാ വിഷയത്തിനും കാവലാണ്, സംരക്ഷണമാണ്. നിങ്ങളുടെ വീടിന്, നിങ്ങളുടെ മക്കൾക്ക്, നിങ്ങളുടെ സ്വത്തിന്, നിങ്ങളുടെ ആത്മാവിന്, നിങ്ങളുടെ സൽസ്വഭാവത്തിന് ആ ദുആ കാവലാകും. കാത്തിരിക്കുക. ഇന്നത്തെ ചോദ്യങ്ങളിലേക്ക് കടക്കുകയാണ്. കഴിഞ്ഞതിന് ശേഷം നമുക്ക് ആ ദുആ പഠിക്കാം. ഉസ്താദ് AM നൗഷാദ് ബാക്കവി അവർകൾ അവതരിപ്പിക്കുന്ന അൽ ബയാൻ എന്ന ഈ പ്രോഗ്രാം റമളാൻ 30 ദിവസവും രാത്രി 11 മണിക്കും ഇടയത്താഴ സമയം 4:30 ഉണ്ടാകും. മറക്കാതെ കാണുക. MK ഫാബ്രിക്സിന്റെ റമളാൻ ആശംസകൾ.
എന്റെ ജീവിതത്തിലെ സുപ്രധാന വഴിത്തിരിവിലേക്കുള്ള യാത്രയിലാണ് ഞാൻ. അതുപോലെ മുന്നോട്ടുള്ള യാത്രയും പെർഫെക്റ്റ് ആകണം. എനിക്ക് മാത്രമല്ല, ഈ യാത്രയിൽ കൂടെയുള്ളവർക്കെല്ലാം ഇതൊരു പെർഫെക്റ്റ് എക്സ്പീരിയൻസ് ആയിരിക്കണം. പിന്നെ മോസ്റ്റ് ഇമ്പോർട്ടൻ്റ്ലി, ഹലോ, എങ്ങനെയുണ്ട്? ഞങ്ങളുടെ പെർഫെക്റ്റ് ബിഗിനിങ്ങിന് ഇതിലും പെർഫെക്റ്റ് ചോയ്സ് ഇല്ല. സിഗ്നേച്ചർ ഗ്രൂം ആൻഡ് ബ്രൈഡ്, ഓപ്പോസിറ്റ് ശങ്കസ് ഹോസ്പിറ്റൽ, കൊല്ലം. അമ്മേ, ദേ നോക്ക്, നല്ല ട്രെൻഡി ഓർണമെന്റ്സ് അല്ലേ? അതൊക്കെ അച്ഛൻ നോക്കിക്കോളും. അച്ഛൻ ഇപ്പോഴത്തെ ഫാഷൻ വല്ലതും അറിയോ? രാഹുലിന്റെ വീട്ടുകാരെന്താ വിചാരിക്കുക? മോളൂസൻ അച്ഛൻ ബെസ്റ്റ് മാത്രല്ലേ തെരഞ്ഞെടുത്തിട്ടുള്ളൂ. ഈ കല്യാണം പോലും ആഭരണത്തിന്റെ കാര്യത്തിലും അച്ഛൻ ബെസ്റ്റ് മാത്രം സെലക്ട് ചെയ്യും. ഇത്രയും ഫാഷൻ പോരെ മോളെ? പരിശുദ്ധമായ ബന്ധങ്ങൾക്ക് പവിത്രമായ പൊന്നിൻ തിളക്കം. അറഫ ഗോൾഡൻ ഡയമണ്ട്സ്, അട്ടക്കുളങ്ങര, തിരുവനന്തപുരം. നിങ്ങൾക്കറിയാമോ, ദീർഘകാലമായി ഗുളികയും ഇൻസുലിനും എടുത്തിട്ടും ഷുഗർ കുറയാത്തത് ഇൻസുലിൻ റെസിസ്റ്റൻസ് മൂലമെന്ന്? പാർശ്വഫലങ്ങളില്ലാത്ത പ്രകൃതിയുടെ പ്രത്യേക ആയുർവേദ ഔഷധക്കൂട്ടുകൾ ഇൻസുലിൻ റെസിസ്റ്റൻസ് മാറ്റി ഷുഗർ നോർമലാക്കുന്നു. ഞാൻ ഉറപ്പു തരുന്നു. നമസ്കാരം, ഞാൻ നിങ്ങളുടെ ഷെഫ് ഡോക്ടർ. ഇടപ്പള്ളി പ്രകൃതി ആയുർവേദ ഹോസ്പിറ്റലിന്റെ വാർഷികമാണ് ഈ വരുന്ന ഫെബ്രുവരി 5-ന്. ഇത്തവണ ആഘോഷങ്ങൾക്ക് പകരം ഒരല്പം ആശ്വാസം പകരാനാണ് ഞങ്ങൾ ആഗ്രഹിക്കുന്നത്. ഔഷധങ്ങൾക്ക് 25%, കിടത്തി ചികിത്സയ്ക്ക് 15% ഡിസ്കൗണ്ട് പ്രഖ്യാപിച്ചിട്ടുണ്ട്. ഒപ്പം 1 വർഷത്തെ ചികിത്സയ്ക്കുള്ള ഡിസ്കൗണ്ട് കാർഡുകളും വിതരണം ചെയ്യുന്നു. ഇത് പ്രയോജനപ്പെടുത്തണമെന്ന് ബഹുമാനപ്പെട്ട നൌഷാദ് ബാഖവി ഉസ്താദ് നിങ്ങളോട് അഭ്യർത്ഥിക്കുന്നു. ബന്ധപ്പെടേണ്ട നമ്പർ 9446182437. പ്രകൃതി ആയുർവേദ ഹോസ്പിറ്റൽ, കരുനാഗപ്പള്ളി, പത്തനാപുരം, ഇടപ്പള്ളി, മലപ്പുറം ഇടപ്പാൾ. അൽ ജവാബ് എല്ലാ വെള്ളിയാഴ്ചകളിലും രാവിലെ 9:30-നും എല്ലാ ചൊവ്വാഴ്ചയും രാത്രി 11 മണിക്കും ഉണ്ടാകും. മറക്കാതെ കാണുക. MK ഫാബ്രിക്സിന്റെ റമദാൻ ആശംസകൾ. അസ്സലാമു അലൈക്കും. കേരളത്തിലെ പ്രമുഖ വസ്ത്രാലയമായ കൊല്ലം MK ഫാബ്രിക്സ്. കൊല്ലം MK ഫാബ്രിക്സ് അവതരിപ്പിക്കുന്ന റമദാൻ സ്പെഷ്യൽ പ്രോഗ്രാം അൽബയാനിലെ ചോദ്യോത്തരവേളയിലേക്ക് എല്ലാ ദീനീ സ്നേഹികളെയും ഹാർദമായി സ്വാഗതം ചെയ്യുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെയും കുടുംബത്തിൻ്റെയും മേൽ സലാം ചൊരിഞ്ഞതുപോലെ ഇബ്രാഹിം നബിക്കും കുടുംബത്തിനും സലാം ചൊരിയണേ എന്നല്ലേ പറയേണ്ടത്? കാരണം നബിയല്ലേ ഏറ്റവും ഉത്കൃഷ്ടൻ. എന്നാൽ ഇബ്രാഹിമിയ സ്വലാത്തിൽ തിരിച്ചാണല്ലോ പറയുന്നത്. ഇതിൻ്റെ കാരണം എന്താണ്? ഒരു വിശദീകരണം പ്രതീക്ഷിക്കുന്നു. ചോദിച്ചിരിക്കുന്നത് ഷംനാദാണ്, കോട്ടയത്ത് നിന്നും. വളരെ പ്രധാനപ്പെട്ടൊരു ചോദ്യമാണ്. നമ്മൾ നമസ്കാരത്തിൻ്റെ ഇബ്രാഹിമിയായ സ്വലാത്തിൽ അല്ലാഹുമ്മ സല്ലി അലാ മുഹമ്മദിൻ കമാ സ്വല്ലൈത അലാ ഇബ്രാഹിം, മുഹമ്മദ് നബിക്ക് ഇബ്രാഹിം നബിക്ക് ഗുണം ചെയ്തതുപോലെ ചെയ്യണം, മുഹമ്മദ് നബിയുടെ കുടുംബത്തിന് ഇബ്രാഹിം നബിയുടെ കുടുംബത്തിന് ഗുണം ചെയ്തതുപോലെ ചെയ്യണം എന്നാണ് നമ്മൾ പറയാറുള്ളത്. എല്ലാവരുടെയും മനസ്സിൽ തോന്നിപ്പോവും. ഒരുപാട് ഉസ്താദുമാരിങ്ങനെ മുത്തുനബിയെക്കുറിച്ച് അങ്ങനെ വാനോളം പറയുന്നു, ഒരുപാട് ശ്രേഷ്ഠതകൾ പറഞ്ഞു വെക്കുന്നു. അപ്പോൾ ആ കൂട്ടത്തിൽ ഇബ്രാഹിം നബിയെക്കാളും ശ്രേഷ്ഠൻ മുത്തുനബിയാണ്. പിന്നെ ആ കുടുംബത്തിന് ചെയ്തതുപോലെ, ആ നബിക്ക് ചെയ്തതുപോലെ എൻ്റെ നബിക്ക് ചെയ്യണമെന്ന് പറയുന്നതിൻ്റെ അർത്ഥം മനസ്സിലാകുന്നില്ല എന്ന് ചിന്തിക്കുന്ന ഒത്തിരി ആളുകളുണ്ടാവും. ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ വിശാല മനസ്സും സ്നേഹവുമാണ്. ഞാൻ പ്രവാചകനാകാനുള്ള പ്രധാനപ്പെട്ട കാരണങ്ങളെന്ന് പറഞ്ഞ കൂട്ടത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, ഒന്ന് ഇബ്രാഹിം നബി അലൈഹി സ്വലാമിൻ്റെ പ്രാർത്ഥനയാണ്. ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാം കണ്ണുനീരോടുകൂടി പ്രാർത്ഥിച്ചിട്ടുണ്ട്, പടച്ചവനെ ഇങ്ങനെ ഒരു പ്രവാചകനെ അല്ലെങ്കിൽ ഇങ്ങനെ ഒരു നേതാവിനെ ഞങ്ങൾക്ക് തരണമെന്ന്. അപ്പോൾ ലോകത്ത് എന്തായാലും അള്ളാഹു മുത്തുനബിയെ പടയ്ക്കും. ഈ ലോകം പടയ്ക്കാൻ കാരണം മുത്ത് റസൂലിൻ്റെ പ്രകാശമാണ്. ഒക്കെ ശരിയാണെങ്കിലും ചില കാര്യകാരണങ്ങളെ ആ പടപ്പുമായി അല്ലെങ്കിൽ ആ മുത്തൊളി ദീപത്തിൻ്റെ വരവുമായി ബന്ധപ്പെട്ട് അള്ളാഹു ഇണക്കി വെച്ചിട്ടുണ്ട്. അതാണ് ഇവിടെ തെളിഞ്ഞു കാണുന്നത്. അപ്പോൾ അതുകൊണ്ട് ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമിനോടുള്ള അങ്ങനെ ഒരു വലിയ കടപ്പാടിൻ്റെ, അങ്ങനെ ഒരു വലിയ കടമയുടെ കവാടമാണ് ഇവിടെ ഈ പ്രാർത്ഥനയിലൂടെ തെളിയുന്നത് എന്ന് നമുക്ക് മനസ്സിലാക്കാവുന്നതാണ്. മോശ സ്വപ്നം കണ്ടാൽ എന്താണ് അതിൻ്റെ പ്രതിവിധി? ചോദിച്ചിരിക്കുന്നത് ഷാജിദ റഷീദാണ്, കോതമംഗലത്ത് നിന്നും. നല്ല സ്വപ്നം കാണാനുള്ള മാർഗം എന്ന് പറഞ്ഞാൽ
നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഒരു ചരിത്രം നമുക്കൊന്ന് ഓർത്തു നോക്കാം. സുബഹിൻ്റെ സമയത്ത് സഹാബികൾ വരുമ്പോൾ ആ പ്രിയപ്പെട്ട സഹാബികളോട് നിങ്ങൾ ഇന്നലെ കണ്ട സ്വപ്നങ്ങളെക്കുറിച്ച് പറയൂ എന്ന് റസൂലുള്ളാഹി ചോദിക്കും. സഹാബികൾ ഇങ്ങനെ ഓരോ സ്വപ്നങ്ങളെക്കുറിച്ച് പറയും. ഞാൻ ഇന്നലെ അങ്ങനെ സ്വപ്നം കണ്ടു, ഇങ്ങനെ ഒരു ദിവസം നോക്കുമ്പോൾ ആരും സ്വപ്നം കണ്ടിട്ടില്ല. അള്ളാഹുവിൻ്റെ റസൂൽ ചോദിച്ചു, ഇന്ന് ആരും സ്വപ്നം കണ്ടില്ലല്ലോ, എന്താ കാരണം? അപ്പോൾ കണ്ടില്ല നബിയെ, അങ്ങനെയാണ് അവർ പറഞ്ഞത്. പുന്നാര ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അവരോട് പറഞ്ഞു, നല്ല സ്വപ്നം കാണണമെങ്കിൽ നല്ല ശുദ്ധിയിൽ കിടന്നുറങ്ങണം, നഖം മുറിക്കുന്നവരായിരിക്കണം, ശരീരവും മനസ്സും വൃത്തിയിലും ശുദ്ധിയിലും സൂക്ഷിക്കുന്നവരായിരിക്കണം. അവർ തീർച്ചയായിട്ടും നല്ല സ്വപ്നം കാണുമെന്ന് പുന്നാര ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു. നമ്മളെപ്പോഴും നല്ല സ്വപ്നം കാണാൻ വേണ്ടി ആഗ്രഹിക്കുക, നല്ല സ്വപ്നത്തിന് വേണ്ടി ഒരുങ്ങുക. രാത്രി കിടക്കുമ്പോൾ ഭയപ്പെടുത്തുന്നതും കുഴിയിൽ വീഴുന്നതും പാമ്പ് കൊത്തുന്നതും തീ കത്തുന്നതും വാഹനാപകടത്തിൽപ്പെടുന്നതും മാരക രോഗം വന്ന് തളർന്നു വീഴുന്നതും കുടുംബത്തിൽ വലിയ ക്ഷതമുണ്ടാകുന്നതും ഒക്കെ നമ്മൾ കണ്ട് ക്ഷീണിക്കാതെ നല്ല സ്വപ്നങ്ങൾ കാണാനും ആ നല്ല സ്വപ്നങ്ങൾ കൊണ്ട് മനസ്സിനും ശരീരത്തിനും ഉണർവുണ്ടാവാനും വേണ്ടി ആഗ്രഹിച്ച് നല്ല വൃത്തിയിൽ നഖം വെട്ടുക എന്നത് പ്രധാനമായി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞ കാര്യമാണ്. അപ്പോൾ നല്ല വൃത്തിയിലും ശുദ്ധിയിലും നമ്മൾ കിടക്കുക. സ്വപ്നത്തിൽ ഒരു സൂറത്ത് പാരായണം ചെയ്യുന്നത് കണ്ടാൽ അവന് ഹജ്ജ് ചെയ്യാൻ അവസരമുണ്ടാവുകയും അവൻ്റെ പ്രാർത്ഥനയ്ക്ക് ഉത്തരമുണ്ടാവുകയും ചെയ്യുമെന്ന് സയ്യിദ് ബിൻ മുസയ്യബ് റളിയല്ലാഹു അൻഹു പറഞ്ഞത് ഏത് സൂറത്തിനെ കുറിച്ചാണ്? ഇത് ചോദിച്ചിരിക്കുന്നത് ഷാഹുൽ ഹമീദാണ്, എറണാകുളത്ത് വയറ്റില നിന്നും. സയ്യിദ് ബിൻ മുസയ്യബ് റളിയല്ലാഹു തആല അൻഹു പറഞ്ഞ ഒരു സംഭവമാണ്. അതായത് സ്വപ്നത്തിൽ നമ്മൾ പാരായണം ചെയ്യുന്ന കണ്ടാൽ, ഒരു സൂറത്ത് പാരായണം ചെയ്യുന്നത് കണ്ടാൽ നമുക്ക് ഹജ്ജിൻ്റെ കൂലി കിട്ടും. ഇപ്പോൾ ഈ ചോദ്യത്തിൽ പറഞ്ഞ കൂലിയേക്കാളുപരി ഒരുപാട് പ്രതിഫലത്തെക്കുറിച്ച് പറയുന്നുണ്ട്. റമളാൻ മാസമാണല്ലോ, അപ്പോൾ ഇത്തരം ചോദ്യങ്ങൾക്ക് ഒരുപാട് പ്രസക്തിയുള്ള ഒരു സമയത്താണ് നമ്മളുള്ളത്. പകൽ സമയത്ത് ഓതിയാൽ തന്നെ കൂലി കിട്ടുന്ന ഈ സൂറത്ത് നമ്മൾ രാത്രി ഉറക്കത്തിൽ സ്വപ്നത്തിലൂടെ ഓതുന്നതായിട്ട് കണ്ടാൽ ഹജ്ജിൻ്റെ കൂലി കിട്ടതാണ്. വേറൊരു അത്ഭുത സൂറത്ത് കൂടിയാണത്. നമുക്കൊക്കെ എല്ലാവർക്കും അറിയുന്ന 99.4% ആളുകൾക്കും അറിയുന്ന സൂറത്തുൽ ഫാത്തിഹയാണ്. പക്ഷേ നമ്മൾ പകൽ ഒരുപാട് സമയം ഓതുന്നുണ്ടാവും. പക്ഷെ സ്വപ്നത്തിൽ ഒരു മനുഷ്യൻ അങ്ങനെ സൂറത്തുൽ ഫാത്തിഹ ഓതുന്നതായിട്ട് കാണുക എന്ന് പറയുന്നത് വലിയ തൗഫീഖാണ്. നിങ്ങൾ ആരെങ്കിലും കണ്ടിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല. പക്ഷേ ഇന്നു മുതൽ നമുക്ക് അങ്ങനെ ദുആ ചെയ്യാം, അല്ലാഹുവേ സ്വപ്നത്തിൽ സൂറത്തുൽ ഫാത്തിഹ എന്നല്ല ഏതെങ്കിലും സൂറത്ത് ഓതുന്നതായിട്ടെങ്കിലും ഒരു സ്വപ്നം നീ എനിക്ക് തരണേ പടച്ചോനെ എന്ന് അള്ളാഹുവിലേക്ക് ദുആ ചെയ്യുന്നത് നല്ല കാര്യമാണ്. കാരണം വലിയ പ്രതിഫലം അതിന് പറയുന്നുണ്ട്. നമ്മളത് മനഃപൂർവ്വം ചെയ്യുന്ന കാര്യമില്ല, അള്ളാഹുവിൻ്റെ ഭാഗത്ത് നിന്ന് വന്നെങ്കിലേ നമുക്ക് സ്വപ്നത്തിൽ അത് കിട്ടുള്ളൂ. ഒരിക്കലും നമ്മൾ എത്ര ചാടിയാലും എത്ര തലകുത്തി മറിഞ്ഞാലും നമുക്ക് സ്വപ്നത്തിൽ ഫാത്തിഹ പോകുന്നത് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, നമ്മുടെ പരിശ്രമം കൊണ്ട് നേടിയെടുക്കാൻ പറ്റില്ല. അത് അള്ളാഹു തന്നെ തരണം. അപ്പോൾ നമുക്കതിൻ്റെ ഒരു ക്വാളിറ്റിയുടെ ടൈം ആകുമ്പോൾ ആ സ്വപ്നത്തിലൂടെ നമുക്ക് എന്ത് ചെയ്യും, ഇങ്ങനെ ഒരു സൂറത്തുൽ ഫാത്തിഹ ഓതുന്നതായിട്ട് നമുക്ക് കാണാൻ പറ്റും. അങ്ങനെ കണ്ടാൽ ഈ ഹജ്ജിൻ്റെ കൂലി മാത്രമല്ല, ഒരുപാട് ഗുണം അതിൻ്റെ പിന്നിൽ അള്ളാഹു തരുമെന്നാണ്. പടച്ചോ നമുക്കൊക്കെ സൂറത്തുൽ ഫാത്തിഹ സ്വപ്നത്തിൽ ഓതുന്നത് കാണാനുള്ള മഹാഭാഗ്യം, ഇത്തരം നല്ല സ്വപ്നങ്ങളാണ് നമ്മൾ കാണേണ്ടത്. അതിനുള്ള മഹാഭാഗ്യം അള്ളാഹു നമുക്ക് തന്ന് അനുഗ്രഹിക്കുമാറാകട്ടെ. ചേർത്തല നിന്നും കാസിം ചോദിച്ചിരിക്കുകയാണ്, ഉസ്താദെ ഏത് സൂറത്ത് അവതരിച്ചപ്പോഴാണ് ഇബ്ലീസ് അട്ടഹസിച്ചത്? ഇതും ഈ പറയപ്പെട്ടതുപോലെ ഖുർആനുമായി ബന്ധപ്പെട്ടതായതുകൊണ്ടാണ് അതിനെ ചുവടെ അങ്ങനെ ചേർത്ത് ഞാൻ മുന്നോട്ട് വായിക്കുന്നത്. ഒരുപാട് ഗുണമുള്ള ഒരുപാട് ശ്രേഷ്ഠതയുള്ള സൂറത്ത് ഇതും സൂറത്തുൽ ഫാത്തിഹ തന്നെയാണ്. ഈ സൂറത്ത് അവതരിപ്പിച്ചപ്പോഴാണ് ഇബ്ലീസ് ലഅനത്തുള്ളാഹി അട്ടഹസിച്ച് കരഞ്ഞത്. കാരണം ഇത് എല്ലാ ഖൈറുകളും തുറക്കുന്ന, എല്ലാ കവാടങ്ങളും തുറക്കുന്ന ഒന്നാണ്. നമ്മളെപ്പോഴും ഇപ്പോൾ റമളാൻ മാസമാണ്, നമ്മളെപ്പോഴും ഖുർആൻ ഓതിയാലും ആദ്യം ഒരു ഫാത്തിഹ ഓതുക. നമ്മളിപ്പോൾ ഇന്നലെ ഓതി വെച്ചതിൻ്റെ ബാക്കി ഇന്ന് തുടങ്ങുകയാണ്, ഇന്ന് ഓതി വെച്ചതിൻ്റെ ബാക്കി നമ്മൾ നാളെ തുടങ്ങുകയാണ്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം, സൂറത്തുൽ ഫാത്തിഹ ഓതിയിട്ട് സ്റ്റാർട്ട് ചെയ്യുക. അൽ ഫാത്തിഹ എന്ന് പറഞ്ഞ് ഔദുബില്ലാഹിി മിനശ് ശൈത്വാനിർ റജീം ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം അങ്ങനെ ഓതിയിട്ട് ആ സൂറത്ത് പാരായണത്തിലേക്ക് നമ്മളിങ്ങനെ പതിയെ 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 നമ്മൾ കടന്നു വരിക. സൂറത്തുൽ ഫാത്തിഹയ്ക്ക് ഒരുപാട് ശ്രേഷ്ഠത, സൂറത്തുൽ ശിഫാ, ഖുർആനിൻ്റെ ഉമ്മ, ഒരുപാട് നിഅമത്തിൻ്റെ ബറക്കത്തിൻ്റെ കാരണം ഒക്കെ സൂറത്തുൽ ഫാത്തിഹയിലുണ്ട്. അള്ളാഹു അനുഗ്രഹിക്കുമാറാകട്ടെ. ഉസ്താദ് എം നൗഷാദ് ബാക്കവി അവർകൾ അവതരിപ്പിക്കുന്ന അൽ ബയാൻ എന്ന ഈ പ്രോഗ്രാം റമളാൻ 30 ദിവസവും രാത്രി 11 മണിക്കും ഇടയത്താഴ സമയം 4:30 ഉണ്ടാകും. മറക്കാതെ കാണുക. MK ഫാബ്രിക്സിന്റെ റമളാൻ ആശംസകൾ. നിന്നെ വരവേൽക്കാൻ എം കെ പ്രിയ
My wedding. My MK Fabrics, MK Road, Kollam. നിങ്ങൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു വെഡിങ് ഡ്രസ്സിന്റെയോ പാർട്ടി വെയറിന്റെയോ ഫോട്ടോയോ കൺസെപ്റ്റോ നിങ്ങളുടെ കയ്യിലുണ്ട്. അത് നിങ്ങൾക്ക് കസ്റ്റം ഡിസൈൻ ചെയ്ത് കിട്ടണം. അതിന് പറ്റിയ ഒരു യുണീക് സ്ഥലമുണ്ട് നമ്മുടെ കൊല്ലത്ത്, വെഡിങ് ബൈ സിഗ്നേച്ചർ. വിമന് മാത്രമല്ല, മെൻസ്, കിഡ്സ്, അങ്ങനെ എല്ലാവർക്കും ഇവിടുന്ന് പാർട്ടി വേസ് കസ്റ്റമൈസ് ചെയ്യാൻ പറ്റും. അഫോർഡബിൾ ലക്ഷറി, അതാണ് ഇവരുടെ ഏറ്റവും വലിയ സ്പെഷ്യാലിറ്റി. ദിസ് ഈസ് ദർ ചിത്രകാർ ലോഞ്ച്. ഇവിടെയാണ് എല്ലാ മാജിക് നടക്കുന്നത്. ദേ ഹാവ് ഇൻ-ഹൗസ് ഡിസൈനേഴ്സ്, സ്റ്റിച്ചിങ് യൂണിറ്റ് ആൻഡ് ആർട്ടിസ്റ്റ് ഫ്രം ഓൾ ഓവർ ഇന്ത്യ. ഗ്രൗണ്ട് ഫ്ലോർ ഈസ് കോൾഡ് സീസൺസ് ആൻഡ് ഇസ് ഫോർ പാർട്ടി വെയർസ് ആൻഡ് സൽവാസ്. First floor Chitragar launch has fabrics from all over India. Second floor Mangal Muhurta collections is for lehengas, gowns and sarees for any occasions. Third floor Vardhaman is exclusive for men. Designers-നോട് സംസാരിച്ച് നിങ്ങൾക്ക് വേണ്ടുന്ന യുണീക് ഡ്രസ്സസ് ഇവിടുന്ന് കസ്റ്റമൈസ് ചെയ്ത് ഫാബ്രിക് ഒക്കെ ചൂസ് ചെയ്ത് ഡിസൈൻ ചെയ്ത് കൊണ്ടുപോകാൻ പറ്റും. Signature Groom and Bride, opposite Shangas Hospital, Kollam. അമ്മേ, ദേ നോക്ക്, നല്ല ട്രെൻഡി ഓർണമെന്റ്സ് അല്ലേ? അതൊക്കെ അച്ഛൻ നോക്കിക്കോളും. അച്ഛൻ ഇപ്പോഴത്തെ ഫാഷൻ വല്ലതും അറിയോ? രാഹുലിന്റെ വീട്ടുകാരെന്താ വിചാരിക്കുക? മോളൂസിന് അച്ഛൻ ബെസ്റ്റ് മാത്രല്ലേ തെരഞ്ഞെടുത്തിട്ടുള്ളൂ. ഈ കല്യാണം പോലും ആഭരണത്തിന്റെ കാര്യത്തിലും അച്ഛൻ ബെസ്റ്റ് മാത്രം സെലക്ട് ചെയ്യും. പരിശുദ്ധമായ ബന്ധങ്ങൾക്ക് പവിത്രമായ പൊന്നിൻ തിളക്കം. അറഫ ഗോൾഡൻ ഡയമണ്ട്സ്, അട്ടക്കുളങ്ങര, തിരുവനന്തപുരം. മധ്യ തിരുവിതാംകൂറിലെ ഏറ്റവും വലിയ മൾട്ടി സ്പെഷ്യാലിറ്റി ആയുർവേദ ഹോസ്പിറ്റൽ പ്രകൃതി ആയുർവേദ ഹോസ്പിറ്റൽ ആൻഡ് റിസർച്ച് സെന്റർ, കരുനാഗപ്പള്ളി. 30 വർഷത്തെ സേവന പാരമ്പര്യം. നട്ടെല്ല് തേയ്മാനം, മുട്ടുതേയ്മാനം, പിടലി തേയ്മാനം, ഡിസ്ക് തള്ളൽ ഇവ മൂലം പ്രായഭേദമന്യേ നിരവധി ആളുകൾ തീരാ വേദനയിൽ കഴിയുന്നു. ധാതുക്ഷയം മൂലമുണ്ടാകുന്ന ഈ പ്രശ്നങ്ങൾക്ക് പ്രകൃതിയുടെ ജോയിന്റ് റീജനറേഷൻ പ്രോസസ്സിലൂടെ ഓപ്പറേഷൻ കൂടാതെ സുഖം പ്രാപിക്കാം. പ്രകൃതിയിലേക്ക് വരൂ, വേദനയിൽ നിന്ന് മുക്തി നേടൂ. ഞാൻ ഉറപ്പു തരുന്നു. ബന്ധപ്പെടേണ്ട നമ്പർ 9446182437. പ്രകൃതി ആയുർവേദ ഹോസ്പിറ്റൽ, കരുനാഗപ്പള്ളി, പത്തനാപുരം, ഇടപ്പള്ളി, മലപ്പുറം, ഇടപ്പാൾ. അൽ ജവാബ് എല്ലാ വെള്ളിയാഴ്ചകളിലും രാവിലെ 9:30-നും എല്ലാ ചൊവ്വാഴ്ചയും രാത്രി 11 മണിക്കും ഉണ്ടാകും. മറക്കാതെ കാണുക. അലകടൽ പോലെ അറിവിൻ്റെ ഒരുപാട് അധ്യായങ്ങൾ നമുക്ക് തുറന്നു തരുന്ന ഒരു വേളയാണ് ഈ ചോദ്യോത്തര വേള എന്ന് പറയുന്നത്. അതുകൊണ്ട് ആ പഠനം നിങ്ങളുടെ മനസ്സിന് വല്ലാത്ത കുളിരുണ്ടാക്കി തരും. നിങ്ങൾ അതിനുശേഷം നിങ്ങളുടെ സംശയം മാറ്റിയിട്ട് നിങ്ങൾ ചെയ്യുന്ന ഉളുവ്, സംശയം മാറ്റിയിട്ട് നിങ്ങൾ ചെയ്യുന്ന നമസ്കാരം, സംശയം മാറ്റിയിട്ട് നിങ്ങൾ ചെയ്യുന്ന സക്കാത്ത്, അതിനൊക്കെ വല്ലാത്ത ശക്തിയല്ലേ. എങ്ങനെയെങ്കിലും ചെയ്തു തീർക്കുക എന്നുള്ളവർക്ക് ഈ ചോദ്യവും ഉത്തരവും ഒന്നും വലിയ പ്രാധാന്യം ഉണ്ടാവില്ല. പക്ഷേ ഞാൻ ചെയ്യുന്നതിന് കൂലി വേണം, അത് അള്ളാഹു സ്വീകരിക്കണം, നാളെ ആഖിറത്തിൽ എനിക്കതിൻ്റെ കൂലി കൈനീട്ടി വാങ്ങാൻ കഴിയണം. അതിന് ഈ യോഗ്യത ഉണ്ടാക്കണം. ഈ ചോദ്യോത്തര വേളയിലൂടെ നമ്മുടെ അമലുകൾക്ക് യോഗ്യത ഉണ്ടാക്കാൻ പറ്റും. അതിനാണ് നിങ്ങളിത് മറക്കരുത് എന്ന് ഓർമ്മപ്പെടുത്തുന്നത്. ചോദ്യങ്ങൾ അയക്കുന്നവരെ പ്രോത്സാഹിപ്പിക്കുന്നതും അതാണ്. പ്രോത്സാഹനം എന്നത് 1-2 ചെറിയ കുഞ്ഞ് സമ്മാനങ്ങളാണ്. ഏറ്റവും നല്ല ചോദ്യകർത്താവിനുള്ള 1-ാം സമ്മാനം കൊടുക്കുന്നത് MK സിഗ്നേച്ചറാണ്. ശങ്കേഷ് ഹോസ്പിറ്റൽ എന്ന അറിയപ്പെട്ട ഹോസ്പിറ്റലിൻ്റെ നേരെ ഓപ്പോസിറ്റ് കാണുന്ന മനോഹരമായ വസ്ത്രവ്യാപാര സ്ഥാപനമാണ് MK സിഗ്നേച്ചർ. പ്രിയപ്പെട്ട നാസറുദ്ദീൻ സാഹിബും കുടുംബവും മാഷാ അല്ലാഹ് അതുകൊണ്ട് ഒരുപാട് ഗുണം അവർ ഈ നാടിന് ചെയ്യുന്നുണ്ട്. അവരുടെ ബിസിനസ് വളരെയേറെ വ്യത്യസ്തമാണ്, വളരെ ഭംഗിയുമാണ്. അള്ളാഹു കൊടുത്ത ഒരു സന്തോഷമാണത്. അത് അള്ളാഹു നിലനിർത്തി കൊടുക്കട്ടെ. 2-ാം സമ്മാനം കൊടുക്കുന്നത് പ്രിയപ്പെട്ട സുഹൃത്ത് അബ്ദുൽ ലത്തീഫ് സാഹിബാണ്. അറഫ ഗോൾഡ് എന്ന് പറഞ്ഞാൽ തന്നെ നിങ്ങൾക്കറിയാം, അവിടെ പോകാത്തവർ തിരുവനന്തപുരം ജില്ലയിൽ കുറവാണ്. കാരണം അത്രത്തോളം ആരുടെയും കഴുത്തറക്കാതെ, ആരെയും വെട്ടിച്ചും പറ്റിച്ചും മുന്നോട്ട് നീങ്ങാതെ വിശ്വാസ്യതയുടെ പര്യായമായി മാറുന്ന ഒരു സംവിധാനമാണ്. അള്ളാഹു അദ്ദേഹത്തിനെയും കുടുംബത്തെയും അനുഗ്രഹിക്കട്ടെ, സഹായിക്കട്ടെ. 3-ാം സമ്മാനം കൊടുക്കുന്നത് പ്രകൃതി ആയുർവേദ ഹോസ്പിറ്റൽ എന്ന ഷെഫീഖ് ഡോക്ടറുടെ നേതൃത്വത്തിൽ പ്രകൃതിയിൽ നിന്ന് പറിച്ചെടുത്ത മരുന്നുകൾ കൊണ്ട് മനുഷ്യൻ്റെ വേദനകളെ മാറ്റിക്കൊടുക്കുന്ന മാസ്മരികമായ ഒരു ആതുരാലയമാണ്. അള്ളാഹു റബ്ബുൽ ഇസ്സത്ത് അവിടെ വരുന്നവർക്കൊക്കെ ശിഫ കൊടുക്കട്ടെ, സലാമത്ത് കൊടുക്കട്ടെ, സുഖം കൊടുക്കട്ടെ, ആരോഗ്യം പ്രദാനം ചെയ്യട്ടെ. മാഷാ അല്ലാഹ്, ഒരു അത്ഭുത ദുആയാണ് ഇന്ന് നിങ്ങൾക്ക് പറഞ്ഞു തരുന്നത്. അതൊരു കാവലും കരുത്തും ശക്തിയുമാണ്. നമ്മുടെ മക്കൾ ആത്മഹത്യയിലേക്ക് പോകാതെ, നിങ്ങളുടെ മക്കൾ നിങ്ങളുടെ കൈവിട്ടു പോകാതെ, ബുദ്ധിമുട്ടിലും പ്രയാസത്തിലും നിങ്ങളുടെ മനസ്സ് വല്ലാതെ ചുഴലിക്കാറ്റടിക്കുന്ന പോലെ ആടി ഉദറിപ്പോകാതിരിക്കാൻ ഈ ദുആ കൊണ്ട് കെട്ടിയിടുക. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ലാ ഇലാഹ ഇല്ലല്ലാഹുൽ അലീമുൽ ഹലീം. ലാ ഇലാഹ ഇല്ലല്ലാഹു റബ്ബുൽ അർശിൽ അലീം. ലാ ഇലാഹ ഇല്ലല്ലാഹു റബ്ബുസ് സമാവാതി വൽ അർളി വറബ്ബുൽ അർശിൽ കരീം. ലാ ഇലാഹ ഇല്ലല്ലാഹുൽ
അലീമുൽ ഹലീം. 4 വരിയാണെന്ന് ഞാൻ നേരത്തെ പറഞ്ഞിരുന്നു. ലാ ഇലാഹ ഇല്ലല്ലാഹുൽ അലീമുൽ ഹലീം. ഒന്നാമത്തെ വരി ലാ ഇലാഹ ഇല്ലല്ലാഹുൽ അലീമുൽ ഹലീം. രണ്ടാമത്തെ വരി ലാ ഇലാഹ ഇല്ലല്ലാഹു റബ്ബുൽ അർശിൽ അലീം. രണ്ടാമത്തെ വരി ലാ ഇലാഹ ഇല്ലല്ലാഹു റബ്ബുൽ അർശിൽ അലീം. മൂന്നാമത്തെ വരി ലാ ഇലാഹ ഇല്ലല്ലാഹു റബ്ബുസ് സമാവാതി വ റബ്ബുൽ അർള്. റബ്ബുസ് സമാവാതി വ റബ്ബുൽ അർള്. നാലാമത് ചേർക്കേണ്ടത് വ റബ്ബുൽ അർശിൽ കരീം. ഇതാണ്. ഒന്നുകൂടി ഞാൻ പറയാം. ലാ ഇലാഹ ഇല്ലല്ലാഹുൽ അലീമുൽ ഹലീം. ലാ ഇലാഹ ഇല്ലല്ലാഹു റബ്ബുൽ അർശിൽ അലീം. ലാ ഇലാഹ ഇല്ലല്ലാഹു റബ്ബുസ് സമാവാതി വൽ അർളി വ റബ്ബുൽ അർശിൽ കരീം. ലാ ഇലാഹ ഇല്ലല്ലാഹുൽ അലീമുൽ ഹലീം. ലാ ഇലാഹ ഇല്ലല്ലാഹു റബ്ബുൽ അർശിൽ അലീം. ലാ ഇലാഹ ഇല്ലല്ലാഹു റബ്ബുസ് സമാവാതി വൽ അർളി വ റബ്ബുൽ അർശിൽ കരീം. ഇത് മഹത്തായ ഒരു പ്രാർത്ഥനയാണ്. ഉന്നതനായ മഹാനായ അള്ളാഹുവാണ് ആരാധനക്കർഹൻ. രണ്ടാമത് ഉന്നതമായ അർശിൻ്റെ സിംഹാസനത്തിൻ്റെ ഉടമയാണ് ആരാധനക്കർഹനായ അള്ളാഹു. ആകാശ ഭൂമികളുടെ ഉടമസ്ഥനായ അള്ളാഹുവാണ് ആരാധനക്കർഹനായ അള്ളാഹു. വറബ്ബുൽ അർശിൽ കരീം, മാന്യനായ ഉന്നതനായ മഹത്വമുള്ളവനായ അള്ളാഹു എന്ന് പറയുന്ന ആ ഇസ്മ്, അതിൻ്റെ ശക്തി നിങ്ങൾക്ക് കാവലാണ്. അസ്മാഉൽ ഹുസ്ന നമുക്കറിയാലോ, 99 നാമങ്ങൾ. വലിയ സംരക്ഷണമാണ്. നമ്മുടെ മക്കൾക്ക് ഈ സംരക്ഷണം ഉണ്ടാവണം. ഒന്നുമല്ലെങ്കിൽ മക്കൾ ഉറങ്ങിക്കിടക്കുമ്പോൾ അൽ ബയാൻ കാണുന്ന ഉമ്മ ഇതൊന്നും മന്ത്രിച്ച് ആ തലയിലൊന്ന് ഊതിക്കൊടുക്കാനെങ്കിലും ശ്രമിക്കുക. ആ മക്കളിൽ നിന്ന് ലഹരിയുടെ പൈശാചികത അകന്നു പോകട്ടെ, ദൂരേക്ക് മാറിപ്പോകട്ടെ. ഈ സൽക്കർമ്മം പരിശുദ്ധ റമളാന്റെ രാത്രിയിൽ നിങ്ങൾക്ക് കുളിരായി തലോടലായി ഈമാനിൻ്റെ പുതപ്പായി നിങ്ങളെ മൂടാൻ അൽ ബയാൻ കൊണ്ടുവരുന്നത് MK ഫാബ്രിക്സ് ആണ്, കൊല്ലം. പ്രിയപ്പെട്ട നാസറുദ്ദീൻ, ഷറഫുദ്ദീൻ, നിസാറുദ്ദീൻ, ആ 3 പേര് ഞാൻ പറയുന്ന പോലെ തന്നെ ഇപ്പോൾ നിങ്ങൾക്ക് സുപരിചിതമായി കാണും. കാരണം എന്നും കേൾക്കുന്നതാണല്ലോ. നിങ്ങൾ നിങ്ങളുടെ സഹോദരങ്ങളെ പോലെ അവരെ സ്നേഹിച്ച് നിങ്ങളുടെ പ്രത്യേക പേഴ്സണൽ പ്രാർത്ഥനകളിൽ പോലും അവരെ നിങ്ങൾ ചേർക്കുന്നുണ്ട് പല ആളുകളും. അള്ളാഹു റബ്ബുൽ ഇസ്സത്ത് MK ഫാബ്രിക്സിൻ്റെ കച്ചവടത്തിൽ ഒരുപാട് വളർച്ചയും ഉയർച്ചയും അള്ളാഹു കൊടുക്കട്ടെ. ഇനിയും ഒരു വലിയ കുതിച്ചുചാട്ടം കാത്തിരിക്കുന്നുണ്ട് ജനങ്ങൾ. തീർച്ചയായിട്ടും MKക്ക് അതിന് കഴിയട്ടെ എന്ന് ആത്മാർത്ഥമായി ദുആ ചെയ്യുകയാണ്. നിങ്ങളുടെ അഭിപ്രായങ്ങൾ, നിർദ്ദേശങ്ങൾ, സംശയങ്ങൾ എല്ലാം നിങ്ങൾ എഴുതി അറിയിക്കുക. അൽ ബയാൻ, AM നൗഷാദ് ബാക്കവി, ദാറുൽ ഇഷ്ക്, തെണ്ണൂർക്കോണം, മുടപുരം BO, ചിറയൻകീഴ്. ഇൻഷാ അല്ലാഹ് ഈ പരിശുദ്ധ റമളാനിൻ്റെ ഏറ്റവും വിലപ്പെട്ട രാത്രികളിൽ നിങ്ങളുടെ ദുആയിൽ ഈ പാവപ്പെട്ടവരെയും കൂടെയുള്ളവരെയും അൽ ബയാനിൽ സഹകരിക്കുന്നവരെയും സ്നേഹസാഗരത്തെയും മറക്കരുത് എന്ന് ഓർമ്മപ്പെടുത്തുന്നു. അള്ളാഹുവിൻ്റെ തൗഫീഖ് ഉണ്ടെങ്കിൽ നാളെ ഇതേ സമയം ഇതേ പ്രോഗ്രാമുമായി നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം. അതുവരേക്കും അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. MK ഫാബ്രിക്സിന്റെ റമളാൻ ആശംസകൾ. MK ഫാബ്രിക്സ് റംസാൻ മൊഴിമുത്തുകൾ നിങ്ങൾക്കായി അവതരിപ്പിച്ചത് MK ഫാബ്രിക്സ്, കോൺവെന്റ് റോഡ്, കൊല്ലം. മൈ വെഡിങ്, മൈ MK ഫാബ്രിക്സ്, MK റോഡ്, കൊല്ലം. Signature Groom and Bride, opposite Shangas Hospital, Kollam. അറഫ ഗോൾഡൻ ഡയമണ്ട്സ്, അട്ടക്കുളങ്ങര, തിരുവനന്തപുരം. പ്രകൃതി ആയുർവേദ ഹോസ്പിറ്റൽ. ഇനി ആരോഗ്യം പ്രകൃതിയിലൂടെ.